എല്ലാവർക്കും ഭവനം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 2023 കൂടി എല്ലാവർക്കും ഭവനം എന്ന കാഴ്ചപ്പാടിൽ ആരാധ്യനായ പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന അത്തരത്തിലൊരു പദ്ധതി മുഖാന്തരമാണ് ഇന്ന് വാർഡുകളിലെ 100-നടുത്ത് വീടുകൾ നൽകിയ ഞങ്ങളുടെ കൗൺസിലർമാരുണ്ട്. അതിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ നേട്ടം തന്നെയാണ്. അത് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ തുറന്നു പറഞ്ഞിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും അസഹിഷ്ണുതയും ഒരാൾക്കും വേണ്ട. ഇത്തരം വികസനം സെമിനാറുകൾ സംഘടിപ്പിച്ചപ്പോൾ ഞാൻ അതിലേക്കാണ് വന്നത്. രാഷ്ട്രീയം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത്തരത്തിലൊരു വികസന സെമിനാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതിക്ക് മുന്നേ വർക്കിംഗ് ഗ്രൂപ്പുകൾ കൂടി അതിലൊരുപാട് ചർച്ചകൾ ഉണ്ടായി, ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തു, ഒരുപാട് പദ്ധതികൾ എഴുതി പുസ്തകത്തിൽ തയ്യാറാക്കി. അതിനുശേഷം വാർഡ് സഭകൾ ഉണ്ടായി. വാർഡ് സഭകളിൽ വൻ രീതിയിലുള്ള രൂക്ഷമായ പ്രശ്നങ്ങൾ ഞങ്ങൾ പല കൗൺസിലർമാരും നേരിടേണ്ടി വന്നു. ഭരണപക്ഷത്തിന് ഒരുപക്ഷെ അതുണ്ടായിട്ടുണ്ടാവില്ല. കാരണം ഭരണപക്ഷത്തിന് അത്തരത്തിലൊരു കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് വാർഡിൽ ചിലപ്പോൾ ജനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ രൂക്ഷമായ വിമർശനങ്ങളും കാര്യങ്ങളും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വാർഡ് സഭകളിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു ആനുകൂല്യവും കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഇപ്പോ ഈ PMAY ഭവനം നൽകുന്ന കാര്യത്തിൽ ഇത് എന്താണ്, ഇനി അവർക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തീരുമാനവും ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ശരിയാവും എന്ന് മാത്രം പറയുകയാണ് ചെയർപേഴ്സൺ. അപ്പോൾ അത് ഒരിക്കലും ശരിയായ കാര്യമല്ല. അതുപോലെ തന്നെയാണ് എല്ലാ പദ്ധതികളും. കാർഷിക ആനുകൂല്യങ്ങൾ, ഉൽപാദന മേഖല വർദ്ധിപ്പിക്കണമെന്നും ഉൽപാദന മേഖലയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും കൊടുങ്ങല്ലൂർ നഗരസഭയുടെ പ്രദേശത്ത് എത്തരത്തിലുള്ള ഉൽപാദനമാണ് ഉണ്ടായിട്ടുള്ളത്? കാർഷിക മേഖലയിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് എന്താണ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളുടെ ഒരു പ്ലാന്റിൽ വളം നിർമ്മിക്കുന്നുണ്ട്. നഗരസഭയുടെ കീഴില് ഒരു പെട്ടിക്കടയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു റോട്ടിലിട്ട് വിൽക്കുന്ന, നമ്മ സാധാരണ ഭാഷയിൽ പറഞ്ഞ ഫുട്പാത്തിലിട്ട് വിൽക്കുന്ന സാധനങ്ങൾക്കാണെങ്കിലും നമ്മൾ ലൈസൻസ് വേണമെന്ന് ശാഠ്യം പിടിക്കുന്ന കൊടുങ്ങല്ലൂർ നഗരസഭ അവിടെ പ്ലാന്റിൽ ഉണ്ടാക്കുന്ന വളത്തിന് ഇതുവരെ ഈ ലൈസൻസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വളം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നമ്മുടെ കൃഷി ഓഫീസർ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ വളം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ലേ? ഇത് രാഷ്ട്രീയമാണോ? ഇതിനെ രാഷ്ട്രീയമായിട്ട് കാണാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഉണ്ണിച്ചേട്ടൻ അതിലൊരിക്കലും പ്രകോപിതനാവേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ നിങ്ങൾക്കറിയോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം കാർഷിക സബ്സിഡി നിരക്കിൽ കൃഷിക്കാർക്ക് നൽകേണ്ട കാർഷിക ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് നൽകാൻ, അതുപോലെ നഗരസഭ ഉൽപ്പാദിപ്പിക്കുന്ന വളമാണ് പ്ലാന്റിൽ നിന്ന് കൃഷിഭവൻ വഴി നമ്മളുടെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തേണ്ടത്. ആ വളത്തിന് അതിന് യഥാർത്ഥ മൂല്യമുണ്ടോ എന്ന് നിർണ്ണയിക്കുന്ന ഒരു ലൈസൻസ്, ആ ലൈസൻസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും ആ പ്ലാന്റിന് ലഭിക്കാത്തത്? ആ ലൈസൻസ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇന്ന് ആ വളം നമ്മളുടെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അതൊക്കെ ഒരു പോരായ്മയല്ലേ? ഭരണപക്ഷത്തിന്റെ വൻ പരാജയമാണ്. അത് ഞങ്ങൾക്ക് തുറന്നു പറയേണ്ടി വരും. അത് നിങ്ങൾ സമ്മതിച്ചു തന്നേ പറ്റൂ. ഇല്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് മറിച്ച് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അത് സാധ്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം. കാരണം കൃത്യമായിട്ട് അത്തരത്തിലൊരു സംവിധാനം, ഒരു ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഭരണപക്ഷത്തിന്റെ പരാജയം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വികസന സെമിനാറുകൾ വിളിച്ചുകൂട്ടി പുസ്തകത്തിൽ കുറെ കാര്യങ്ങൾ എഴുതി കൂട്ടിയത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. കൃത്യമായിട്ട് അത് നടപ്പിലാക്കാൻ സാധിക്കുമ്പോഴാണ് ഭരണപക്ഷത്തിന്റെ വിജയം ഉറപ്പാക്കുന്നത്. ഞങ്ങൾ അംഗീകരിച്ചു തരുന്നു, ഭരിക്കുന്നവർക്ക് തീരുമാനിക്കാം. ഞങ്ങളോട് എന്നും വെല്ലുവിളിക്കുന്ന കാര്യമാണ് കൗൺസിൽ. ഭരിക്കുന്നവരാണ് ഞങ്ങൾ LDF അല്ലെങ്കിൽ CPM തീരുമാനിക്കും കാര്യങ്ങൾ, ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ ഓക്കെ, ശരിയാണ്, ഞങ്ങൾ സമ്മതിച്ചു. അതവർക്ക് ഉള്ള അവകാശമാണ്, ഭരിക്കുന്നവന്റെ അവകാശമാണ് എന്ത് വേണം എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാൻ. അപ്പോ വികസന സെമിനാറും വർക്കിംഗ് ഗ്രൂപ്പുകളും വാർഡ് സഭകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം ഇന്ന് കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്ന ഭരണകക്ഷികൾക്കാണെന്നിരിക്കെ നഗരസഭയുടെ പ്രതിപക്ഷ കൗൺസിലർമാര് അവരുടെ കൃത്യമായ കൃത്യനിർവഹണവുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഇന്ന് ഈ വികസന സെമിനാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ഇത് എത്രത്തോളം പ്രാബല്യമാകും എന്നറിയില്ല, എങ്കിൽ പോലും എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.